that many complaints have been filed in the past stating that such waste is being brought from Kerala and brought to a sanitary landfill, they are disposed into an open section known as the cell. This cell is protected by a layer of reinforced plastic known as the liner. Hello friends, welcome to Jenifax YouTube channel. ഈ വീഡിയോ ഇവിടുത്തെ വേസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം എങ്ങനെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നു എന്നുള്ളതും അതിലൂടെ എങ്ങനെ വരുമാനം കണ്ടെത്താം എന്നുള്ളതുമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇത് ആദ്യം മുതൽ അവസാനം വരെ ഒന്ന് കാണണേ. 6 തരത്തിലാണ് ഇവിടുത്തെ വേസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം റൺ ചെയ്യുന്നത്. ഞാൻ അതിനെ ഓരോ കാറ്റഗറി ആക്കുവാണ്. ഒന്നാമതായിട്ടുള്ളത് നമ്മൾ ഈ ഫുഡ് മേടിക്കുമ്പോൾ കിട്ടുന്ന പ്ലാസ്റ്റിക് കവറുകളും പേസ്റ്റ് ബോർഡുകളും പിന്നെ പേപ്പറുകൾ മറ്റുള്ള പാക്കറ്റഡ് ഐറ്റംസിലുള്ള അതെല്ലാം റീസൈക്കിൾ ഐറ്റംസ് ആണ്. അത് ഒന്നാമത്തെ കാറ്റഗറി. രണ്ടാമത്തേതാണ് ഫുഡ് വേസ്റ്റുകൾ. ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫുഡ് വേസ്റ്റുകളാണ് രണ്ടാമത്തെ കാറ്റഗറിയിൽ വരുന്നത്. വീട്ടിലെ ഫുഡ് വേസ്റ്റുകൾ പ്രോപ്പറായിട്ട് പാക്ക് ചെയ്ത് ഇവിടെ 2 കളർ ഡ്രം വെച്ചിട്ടുണ്ട്. ഒന്ന് ബ്ലാക്ക് കളറും ഒന്ന് ബ്ലൂവും. ഫുഡ് വേസ്റ്റുകൾ ബ്ലാക്ക് കളർ ബിന്നിലും റീസൈക്കിൾ ഐറ്റംസ് ബ്ലൂ കളർ ബിന്നിലുമാണ് നമ്മൾ ശേഖരിച്ച് വെക്കേണ്ടത്. ഈ വേസ്റ്റുകൾ കളക്ട് ചെയ്യാൻ വേണ്ടി മാസത്തിൽ 2 തവണയാണ് ഈ വേസ്റ്റ് ട്രക്ക് വരുന്നത്. അത് പ്രോപ്പറായിട്ട് നമുക്ക് തലേദിവസം തന്നെ ഇമെയിൽ വഴിയും SMS വഴിയും നമ്മളെ അറിയിക്കും നാളെയാണ് കളക്ടിങ് ഡേ എന്നുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് എല്ലാവരും അവരവരുടെ വേസ്റ്റ് ബിന്ന് കൊണ്ടുവന്ന് റോഡ് സൈഡിൽ കൊണ്ടുവെക്കുന്നുണ്ട്. നിങ്ങൾ ഈ സ്ട്രീറ്റുകൾ ശ്രദ്ധിച്ചോ, ഒരു ടിഷ്യൂവിൻ്റെ പേപ്പറോ ഒരു ചവറുകളോ ആ സ്ട്രീറ്റിലെങ്ങും ഇല്ല. പ്രോപ്പറായിട്ടുള്ളൊരു വേസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം കീപ്പ് ചെയ്യുന്ന എല്ലാ കൺട്രീസിലും നമ്മൾ കാണപ്പെടുന്ന ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്താണെന്നറിയോ? അവരുടെ നിരത്തുകളെല്ലാം ക്ലീൻ ആയിരിക്കും. തമാശക്കാണെങ്കിലും ചിലരൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഈ നിരത്തുകളിൽ കിടന്ന് ഉറങ്ങാൻ പോലും നമുക്ക് സാധിക്കുമെന്നുള്ളത്. കാരണം അതുപോലെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്, വീട് പോലെ. പിന്നെ ഏറ്റവും വലിയ രസകരമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ കളക്ട് ചെയ്യുന്നതൊന്നും ഗവൺമെൻറ് സ്ഥാപനങ്ങളല്ല, എല്ലാം പ്രൈവറ്റ് വ്യക്തികളുടെയാണ്. ഇതെല്ലാം ടെൻഡറാണ്. ടെൻഡർ എടുത്ത് ഇവർ ചെയ്യുന്ന പരിപാടികളാണ് ഇതെല്ലാം. ഇതിനകത്ത് ഒരു ഡ്രൈവറും ഒരു ട്രക്കും മാത്രമേ ഉള്ളൂ. അവർ വന്നാൽ എല്ലാം ഇലക്ട്രോണിക്കാണ്. ഈ കളക്ട് ചെയ്യുന്ന വേസ്റ്റുകൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റിൽ കാണിക്കുന്നുണ്ട്. അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായും കാണാൻ ശ്രമിക്കണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ വേസ്റ്റ് അടുക്കള മാലിന്യമാണ്. ഇനി ഞാൻ കാണിക്കുന്നത് റീസൈക്കിൾ വേസ്റ്റുകളാണ്. പ്ലാസ്റ്റിക്, പേപ്പർ, കാർഡ്ബോർഡ്, മറ്റ് ഇതര കുപ്പികൾ, ക്യാൻസ്, ഇതെല്ലാമാണ്. ഇത് റീസൈക്കിൾ വേസ്റ്റിനകത്ത് പോകും. തുടക്കത്തിൽ പറഞ്ഞ പോലെ റീസൈക്കിൾ വേസ്റ്റുകൾ കീപ്പ് ചെയ്യുന്നത് ബ്ലൂ ബാരലിനകത്താണ്. ഇതിനും പ്രോപ്പറായിട്ട് അവർ SMS അയക്കും, ഇന്ന ദിവസം കളക്ടിങ്ങിന് വരുമെന്ന്. അപ്പോൾ ആ സമയത്ത് ആ ഏരിയയിലുള്ള എല്ലാവരും അവരുടെ വേസ്റ്റ് കൊണ്ടുവന്ന് റോഡിൻ്റെ സൈഡിൽ കൊണ്ട് വെക്കുന്നു. റീസൈക്കിൾ വേസ്റ്റിനകത്ത് എന്തൊക്കെ സാധനങ്ങൾ ഉൾപ്പെടുത്തണം എന്നുള്ളതും എന്തൊക്കെ സാധനങ്ങൾ അതിനകത്ത് ഇടരുതേ എന്നുള്ളതുമുള്ള ഫുൾ ഇൻസ്ട്രക്ഷൻ ഇവരുടെ വെബ്സൈറ്റിലുണ്ട്. അത് വെച്ചാണ് ഏകദേശം എല്ലാവരും ഈ വേസ്റ്റ് മാനേജ്മെൻറ്റ് കറക്റ്റായിട്ട് പ്രോപ്പർ രീതിയിൽ കീപ്പ് ചെയ്യുന്നത്. ഞാൻ ഈ പറഞ്ഞതൊന്നും കൂടാതെ വേറെ കാറ്റഗറി വേസ്റ്റുകളുണ്ടല്ലോ, നമ്മുടെ ഡ്രസ് ഐറ്റംസ്, ഇലക്ട്രിക് വേസ്റ്റുകൾ, വുഡ്, മറ്റിതര ഐറ്റംസ് എല്ലാം ഉണ്ടല്ലോ. ഇതെല്ലാം കളക്ട് ചെയ്യുന്നതിന് പ്രോപ്പർ ഡേ ഉണ്ട്. ആ ഡേയിൽ നമ്മളെ കൃത്യമായിട്ട് അറിയിക്കും. ആ സമയത്ത് നമ്മൾ നമ്മുടെ സാധനങ്ങളെടുത്ത് ഇതേ പൊസിഷനിൽ നമ്മൾ ആദ്യം കാണുന്ന റോഡ് സൈഡിൽ തന്നെ കൊണ്ടുവെക്കേണ്ടതാണ്. നിങ്ങൾ വിഷ്വലിൽ കാണുന്ന പോലെ നമ്മുടെ മുറ്റത്തിലെ ചപ്പ് ചവറുകളെല്ലാം ക്ലീൻ ചെയ്ത് തൂത്തുവാരി ഒരു കവറിൽ കെട്ടി ആ ഫ്രണ്ടിൽ വെച്ചാൽ മതി കേട്ടോ. അതും കളക്ട് ചെയ്യാൻ വേറെ വണ്ടി വരും. ഇൻ കേസ് നമ്മൾ വൃത്തിയാക്കിയില്ല ഡയറക്റ്റ് ആയിട്ട് ഇട്ടേക്കുവാണെങ്കിൽ ഉണ്ടല്ലോ, ഇടയ്ക്ക് മുനിസിപ്പാലിറ്റി വന്ന് ചെറിയൊരു പെനാൽറ്റി അടിച്ച് നമ്മുടെ കയ്യിൽ തരും. അത്രേ ഉള്ളൂ കേട്ടോ. നിങ്ങൾ ഈ കാണുന്ന പോലെ വിൻ്റർ സമയം കഴിയുമ്പോഴത്തേക്ക് ഈ മരത്തിലെ ഈ ഇലകളെല്ലാം പൊഴിഞ്ഞു വരും. അതെല്ലാം തൂത്തുവാരി കെട്ടി വെച്ചേക്കുവാണ്. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഈ കരിയിലെല്ലാം കൂടെ തൂത്തുകൂട്ടി നമുക്കങ്ങ് കത്തിച്ച് കളയായിരുന്നു. പേപ്പറെല്ലാം കൂടെ ഇട്ട്, പ്ലാസ്റ്റിക് എല്ലാം കൂടെ ഇട്ട്. നിങ്ങളിത് കാണുമ്പോൾ ഓർക്കും അത് ചെയ്താൽ മതിയായിരുന്നല്ലോ എന്ന്. പക്ഷേ ഇതിൻ്റെ ഒരു ബൈ പ്രൊഡക്റ്റ് ഉണ്ട് കേട്ടോ. അത് ഈ വീഡിയോയുടെ ഇടയ്ക്ക് ഞാൻ കാണിക്കാം. ഈ കളക്ട് ചെയ്യുന്ന ഈ ചപ്പ് ചവറുകൾ, നമ്മുടെ വീട്ടിൽ നിന്ന് കിട്ടുന്ന ഫുഡ് വേസ്റ്റുകൾ, ഫാം ഹൗസിലെ വേസ്റ്റുകൾ, ഇവയെല്ലാം കൂട്ടി ഒരു മിശ്രിതം അവരിറക്കും. അവരല്ല കേട്ടോ, ഒരു കമ്പനി ഇറക്കുന്നത്. ഏപ്രിൽ മാസം മുതൽ കാനഡയിൽ സമ്മർ സീസൺ ആരംഭിക്കുകയാണ്. അപ്പോൾ എല്ലാവരും കൃഷിപ്പണിക്ക് വേണ്ടി ഇറങ്ങും. നിങ്ങൾ ഈ കാണുന്ന ഐറ്റംസ് കണ്ടോ, ഇതെല്ലാം ഓർഗാനിക് വളങ്ങളാണ്. ഇത്
എല്ലാ ഷോപ്പിലും ഇങ്ങനെ കൊണ്ട് നിറക്കിയിട്ടേക്കുവാണ്. സമ്മർ സീസണിലെ ഇവിടുത്തെ ആളുകളുടെ പ്രധാന വിനോദമാർഗ്ഗമാണ് കൃഷിപ്പണി. അപ്പോൾ നിങ്ങൾ ഈ കണ്ട ഈ ഇലകളെല്ലാം കൊണ്ടുവന്ന് കമ്പോസ്റ്റ് പരുവത്തിലാക്കി അത് പാക്കറ്റാക്കി വരുന്നതാണ് ഇത്. ഇതിൻ്റെ വില ഏകദേശം 1000-1200 ഇന്ത്യൻ റുപ്പി വരുന്നുണ്ട് ഒരു പാക്കറ്റിന്. അപ്പം എന്തുമാത്രം കച്ചവട സാധ്യതയാണ് ഈ വേസ്റ്റ് മാനേജ്മെൻറ്റിലൂടെ സാധിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാകാൻ സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ നാട്ടിലും ചെറുകിട കൃഷിക്കാർ ഇതേ മെത്തേഡുകൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഇത് ഇവിടെ ഒരു കച്ചവട സാധ്യതയായിട്ട് മാറ്റിയേക്കുവാണ് വേസ്റ്റ് മാനേജ്മെൻറ്റിലൂടെ. എൻ്റെ ലാസ്റ്റ് വീഡിയോ ഞാൻ കാണിച്ച പോലെ ഒരു റീസൈക്കിൾ കമ്പനി നമ്മുടെ വീട്ടിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ, കുപ്പികൾ, ബോട്ടിലുകൾ എല്ലാം കൊടുത്ത് നമുക്കവർ പൈസ തരുന്നുണ്ട്. അതിലൂടെ അവർ അതിൻ്റെ ഇരട്ടി പൈസ അവർ സമ്പാദിക്കുന്നുമുണ്ട്. ഞാൻ കാണിച്ച 3 മെത്തേഡിൽ ഒന്നാമത്തെ നമ്മൾ വീട്ടിൽ തന്നെ നമ്മൾ വേസ്റ്റ് നമ്മളെങ്ങും കൊടുക്കണ്ട, അവിടെ ഇട്ടാൽ മതി, അവരെടുത്തുകൊണ്ട് പോകും. പക്ഷേ അതിനകത്ത് നമുക്ക് വരുമാനമില്ല. ഇതിനകത്തും നമുക്ക് വരുമാനവും കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതൊരു ബിസിനസ് സാധ്യതയാണ്. ഇവിടുത്തെ സ്കൂളുകളിൽ കുഞ്ഞു പിള്ളേർക്ക് മുതൽ വേസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തെ ബോധവൽക്കരിക്കാൻ വേണ്ടി ഇവരൊരു ക്യാമ്പയിൻ സംഘടിപ്പിക്കും. അതിനുവേണ്ടി നമ്മുടെ വീട്ടിലെ കുപ്പിയും പാട്ടയും എല്ലാം ഈ കുഞ്ഞുങ്ങൾ പറക്കൊണ്ട് പോകും. എൻ്റെ കുഞ്ഞുങ്ങളും കൊണ്ടുപോയിട്ട് അവരെങ്ങനെ വേസ്റ്റ് മാനേജ്മെൻറ്റ് ചെയ്യുന്നു എന്നുള്ളത് സ്കൂളിൽ തന്നെ കണ്ട് കാണിക്കും. അതുകൊണ്ട് ഇവിടുത്തെ ആൾക്കാരാണെങ്കിൽ ഇവർ പബ്ലിക്കായിട്ട് ഒരു വേസ്റ്റും വലിച്ചെറിയില്ല. കാരണം അവർക്ക് പ്രോപ്പറായിട്ട് വേസ്റ്റ് മാനേജ്മെൻറ്റ് ചെയ്യുന്നതിനെ പറ്റിയുള്ള പ്രയോജനങ്ങളും അവരുടെ നാടിനെ എങ്ങനെ സംരക്ഷിക്കണമെന്നുള്ളതിനുള്ളൊരു ബോധവൽക്കരണങ്ങളും കൃത്യമായിട്ട് സ്കൂൾ തലത്തിൽ തന്നെ കൊടുക്കുന്നുണ്ട്. This man is single-handedly fighting to save Velaini Lake from plastic waste. മാത്രം വിചാരിച്ചാൽ 650 കിലോ പ്ലാസ്റ്റിക് എനിക്ക് എടുക്കാൻ പറ്റിയെങ്കിൽ. നിങ്ങളിപ്പം കണ്ട വീഡിയോ നാഷണൽ മീഡിയ വരെ ഏറ്റെടുത്ത ഒരു വാർത്തയാണ്. വെള്ളായനി ലേക്കിൽ നിന്ന് 650 കിലോ പ്ലാസ്റ്റിക്കാണ് ഈ ഒരു ആള് കളക്ട് ചെയ്തത്. എന്തായാലും പ്ലാസ്റ്റിക് മാലിന്യം മാത്രമായിരിക്കത്തില്ല, ആ ലേക്കിൽ നമ്മൾ ഇടാത്തതായിട്ടൊന്നും കാണത്തില്ല. എല്ലാവരും കൊണ്ടുവന്ന് അവിടെ കൊണ്ടുവന്ന് വേസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഇതുമൂലം ഇനി മുന്നോട്ട് വരുന്ന തലമുറകൾക്കാണ് പ്രശ്നം. അവർക്കൊരു ശുദ്ധവായു, ശുദ്ധജലം ഇവയൊക്കെ കിട്ടാൻ നല്ല ബുദ്ധിമുട്ടാണ്. എറണാകുളത്തൊക്കെ എന്തുമാത്രം ഫ്ലാറ്റുകളിൽ ഏറ്റവും പന്ന ജലമാണ് എത്തുന്നത്. ഇതൊക്കെ ആ വാർത്തകളൊക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി, ഇഷ്ടംപോലെ വാർത്തകളുണ്ട്. ഇത് ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റാണ്. ഏക്കർ കണക്കിന് വസ്തുവിൽ കൊണ്ടുവന്ന് വേസ്റ്റുകൾ ഡംപ് ചെയ്ത അവസാനം അതും എടുക്കാൻ ഒന്നും ചെയ്യാൻ വയ്യാത്ത ഒരവസ്ഥയിലൂടെ പോകുന്ന ഒരു സ്ഥലമാണ് ബ്രഹ്മപുരം. ഇപ്പോൾ ഏകദേശം ക്ലിയറായി വരുന്നു എന്നൊക്കെ പറയപ്പെടുന്നു. എത്രത്തോളം യാഥാർത്ഥ്യമുണ്ടെന്ന് നമുക്കറിയില്ല. ഇവിടെ എല്ലാവരും ഇതിൽ പുള്ളി വൈഫിനൊക്കെ ശ്വാസം മുട്ടാം ഈ പുകയടിച്ച്. ഇത് എന്ത് പ്രതികരണം കാണാൻ വേണ്ടി ഇവിടെ കോർപ്പറേഷൻ ആൾക്കാർ ഒരു വകുപ്പ് വന്നിട്ടില്ല അങ്ങോട്ട്. ഞങ്ങളിപ്പോൾ ആൾക്കാർ ക്ഷേരവും പിടിച്ച് ആവണ പണി പോകുന്നതാണ്. ഇത് എനിക്കൊക്കെ ഭയങ്കര ശ്വാസം മുട്ടാ. എൻ്റെ വീട്ടിൽ ഭാര്യയ്ക്ക് ശ്വാസം മുട്ട്, അതുപോലെ മക്കൾക്ക്, കുഞ്ഞു മക്കളൊക്കെ ഉള്ള അവിടെ. ഒരു പ്രോപ്പറായിട്ടുള്ള വേസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം അല്ലെങ്കിൽ നല്ലൊരു കമ്പനി ഉണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ ഈ ഒരു പ്രശ്നമൊന്നുമില്ല. നമുക്ക് എല്ലാവർക്കും അറിയാം, ഗംഗാജലം എന്തുമാത്രം കിലോമീറ്ററുകൾ ഒഴുകുന്ന ഗംഗാ നദി മലിനമായി കിടക്കുകയാണ്. അത് ഒരു വർഷം കൊണ്ട് അതിൻ്റെ മാലിന്യത്തെ നീക്കാൻ നോക്കിയിട്ട് പോലും നടക്കുന്നില്ലെന്നാണ് റിപ്പോർട്ടുകൾ പറയപ്പെടുന്നത്. അതുപോലെ വേസ്റ്റാണ്. ഞാൻ നിങ്ങൾക്ക് ഒരു രാജ്യത്തിലെ വേസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. US കഴിഞ്ഞ പോയ വർഷം $208 ബില്യൺ വരുമാനമാണ് വേസ്റ്റ് മാനേജ്മെൻറ്റിൽ നിന്ന് കിട്ടിയേക്കുന്നത്. 2027 ആകുമ്പോഴത്തേക്കും 229 ബില്യൻ്റെ ടേൺ ഓവർ പ്രതീക്ഷിക്കുകയാണ് ഈ വേസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം വഴി. വേസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം പ്രോപ്പറായിട്ട് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ നാടിന് വരുന്ന വിപത്തെന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ അപ്പുറമാണ്. 239 മില്യൺ മെട്രിക് ടൺ വേസ്റ്റാണ് US ഒരു വർഷം ഉൽപ്പാദിക്കപ്പെടുന്നത്. ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇനിയും വരുന്ന വർഷങ്ങളിലാണ് ഈ വേസ്റ്റ് ഏറ്റവും കൂടുതൽ ഡംപ് ചെയ്യപ്പെടുന്നത്. നമ്മുടെ കേരളത്തിലായാലും പാക്കറ്റഡ് ഐറ്റംസിൻ്റെ ഉപയോഗം കൂടിക്കൊണ്ടിരിക്കുകയാണ്. പണ്ടൊന്നും ഇത്രത്തോളം ഇല്ലായിരുന്നു, പക്ഷേ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഈ ഗ്രാഫ് കാണുമ്പോൾ മനസ്സിലാവും. 2017 അപേക്ഷിച്ച് 2021 ആ ഗ്രോത്ത് 120% ഗ്രോത്താണ് വേസ്റ്റിൽ കേരളത്തിലുണ്ടായിരിക്കുന്നത്. വളരെ രസകരമായിട്ടുള്ളൊരു കാര്യം എന്താണെന്നറിയോ, നമ്മുടെ നാട്ടിൽ പ്ലാസ്റ്റിക് കവർ വിൽക്കാൻ പാടില്ല. നമ്മൾ പ്ലാസ്റ്റിക് കവറിനകത്ത് ഒരു കടയിൽ നിന്ന് പോലും സാധനങ്ങൾ നമുക്ക് കിട്ടില്ല. പക്ഷെ നിങ്ങളൊരു സൂപ്പർ മാർക്കറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ഒരറ്റം തൊട്ട് മറ്റേ അറ്റം വരെ ഇരിക്കുന്ന സാധനങ്ങളെല്ലാം ഇരിക്കുന്ന പ്ലാസ്റ്റിക് കവറിനകത്താണ്. ജ്യൂസുകൾ,
ബർഗർ, അങ്ങനെ ഞാൻ പറഞ്ഞ കഴിഞ്ഞ ഈ വീഡിയോ തീരത്തില്ല, അതുപോലെ സാധനങ്ങൾ ഇരിക്കുന്നത് പ്ലാസ്റ്റിക് ബോട്ടിലിൽ നിന്നാണ്. എന്നിട്ടും നമ്മുടെ കടയിൽ ഒരു സാധനം മേടിച്ച് കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് കവറിലിട്ട് കൊടുക്കത്തില്ല. അതൊരു നിയമമാണ്. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിൻ്റെ അത്രയും സ്ഥലം മതി നമ്മുടെ കേരളത്തിലെ വേസ്റ്റുകൾ ഏകദേശം നമുക്ക് ഇല്ലാതാക്കാൻ. അത് പ്രോപ്പറായ രീതിയിൽ മാനേജ് ചെയ്താൽ അത് ഈസിയാണ്. നമ്മുടെ കേരളത്തിൻ്റെ പാരിസ്ഥിതിക അവസ്ഥ അനുസരിച്ച് എങ്ങനെ ആവുമെന്ന് എനിക്കറിയില്ല. എന്നാലും ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒരു വലിയ കുഴിയാണ്, ഒരു ഗർത്തം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അടിയിൽ കൂടാണ് അത് പ്രോപ്പറായിട്ട് വാർത്തിട്ട് അതിൻ്റെ അടിയിൽ കൂടി പൈപ്പ് ലൈൻ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്തുനിന്ന് വരുന്ന ഫോസിലുകൾ കളക്ട് ചെയ്യാൻ, അല്ലെങ്കിൽ വാതകങ്ങൾ കളക്ട് ചെയ്ത് അതിലൂടെ പൈസ ഉണ്ടാക്കുന്ന ഒരു സിസ്റ്റമാണ് ഈ കാണിക്കുന്നത്. ഇനി പ്രോപ്പറായിട്ട് ചെയ്യുന്ന വേസ്റ്റ് മാനേജ്മെൻറ്റ് വഴി ആവറേജ് ഒരു റവന്യൂ എന്ന് പറയുന്ന ഒരു സ്മോൾ ലാൻഡ് ഫേസിൽ നിന്ന് ഇപ്പോൾ കാണിക്കുന്നു $1.4 മില്യൺ നമുക്കൊരു വർഷം ഗ്രോസ് റവന്യൂ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. കേരളം ഇപ്പം ഏകദേശം 50% വേസ്റ്റ് മാനേജ്മെൻറ്റ് പ്രൊട്ടക്റ്റഡ് ആണ്. ബാക്കി 50% എന്ന് പറഞ്ഞാൽ വലിയൊരു വിപത്ത് തന്നെയാണ്. അതിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ സ്കൂൾ, കോളേജ്, പ്രാദേശിക തലത്തിൽ എല്ലാവർക്കും അവബോധം കൊടുക്കണം ഈ വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ പ്രശ്നങ്ങളും അതിൽ നിന്നുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും. അതുവഴി നമ്മൾ നമ്മുടെ നാടിനെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം നമ്മൾ തുടങ്ങേണ്ടതായിട്ടിരിക്കുന്നു. കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞ പോലെ നാം ഓരോരുത്തരും ഇതിനു വേണ്ടി ഇറങ്ങിയാലേ നമ്മുടെ നാട് നന്നാവത്തുള്ളൂ. ഇതെല്ലാം നമ്മുടേതാണെന്നുള്ള ചിന്ത, മനോഹരമായിട്ടുള്ള നമ്മുടെ വനപ്രദേശങ്ങളും തടാകങ്ങളും സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെ ഉത്തരവാദിത്വമാണ്. ഓരോ ദിവസം വരുന്ന വാർത്തകൾ ഞെട്ടിക്കുന്നതാണ്. എത്രയോ ടൺ കണക്കിന് വേസ്റ്റുകൾ കൊണ്ടുവന്ന് ജലാശയത്തിൽ നിക്ഷേപിച്ച് അത് മലിനമാക്കിക്കൊണ്ടിരിക്കുന്ന വാർത്തകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് കണ്ടോ, ഈ ന്യൂസ് നമ്മുടെ വേസ്റ്റ് കൊണ്ടുവന്ന് തമിഴ്നാട് അതിർത്തി കൊണ്ടിട്ടേക്കുന്നു. തമിഴ്നാട്ടിൽ കൊണ്ടുവന്ന് പച്ചക്കറി എടുക്കാൻ വന്ന ലോറികളിൽ കയറ്റി അത് കൊണ്ടുവന്ന് തമിഴ്നാട് അതിർത്തി കൊണ്ടിട്ടേക്കുകയാണ്. Dumped in the local villages of the bordering districts between the two states like Tirunelveli, Tenkasi and Kanyakumari. The latest dumping of waste in Kodagannallur and Pallavur villages in Tirunelveli district has caught political attention, with the state BJP threatening to launch a protest by carrying the waste back to Kerala if no action was taken by the state government. BJP State President Annamalai took to social media platform X, slamming Tamil Nadu Chief Minister M.K. Stalin for turning a blind eye to such crimes being committed by the Kerala government. In fact, he also alleged that the government has not taken any action despite the repeated complaints to the authorities and also the Chief Minister's special. താങ്ക് യു ഫോർ വാച്ചിങ്. ഈ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായിട്ട് അറിയിക്കാം. അപ്പോൾ എപ്പം പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ബൈ ബൈ, സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ.